അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. 29ാമത്തെ പ്രോഫ്കോണിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കേരളത്തിന് പുറത്താണ് ഈ പ്രാവശ്യം. മംഗലാപുരത്ത് ധാരാളം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മലയാളി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയിൽ, എഡ്യൂക്കേഷൻ ഹബ്ബ് എന്നൊക്കെ പറയാവുന്ന വലിയ ഒരു മേഖലയാണ്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണ് ഞാൻ പറയുന്നത്. മംഗലാപുരം, കാസർഗോഡ്, കണ്ണൂർ, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ എല്ലാ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം പ്രോഫ്കോൺ ഒരു വലിയ പ്രതീക്ഷയാണ്. ഇത് മംഗലാപുരത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അവരുടെ നഗരത്തിൽ അവർ ജീവിക്കുന്നിടത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം മലയാളികൾ സംഘടിപ്പിക്കുന്ന ഒരു വലിയ പ്രോഗ്രാം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതുകൊണ്ട് നമ്മളിപ്പോഴേ ഒരു തീരുമാനമെടുക്കുക. ഈ പ്രോഫ്കോൺ ഞാൻ ഉപയോഗപ്പെടുത്തും. ഒക്ടോബർ 10, 11, 12 തീയതികളിലാണ് വരുന്നത്. പൊതുവിൽ പ്രോഫ്കോണിനെ സ്ഥിരമായി പങ്കെടുക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ കാണാറുള്ളത് ഒരു വർഷത്തെ ഒരു ഊർജമായിട്ടാണ്. ഒരു വർഷത്തെ ഒരു ഊർജം, പലതരത്തിലുള്ള തിന്മയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ നന്മയിൽ അടിയുറച്ചു നിർത്താൻ ഈമാനികമായി ഒരു 3 ദിവസം നമ്മൾ മാറിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജം ഒരു വർഷക്കാലം ഏറെക്കുറെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിങ്ങനെ പതുക്കെ ചോർന്നു വീണ്ടും നമ്മളൊരു പ്രോഫ്കോണിലേക്ക് പ്രവേശിക്കും. ആ പ്രോഫ്കോൺ വീണ്ടും നമുക്ക് ആ ഊർജം നൽകുന്നു. പിന്നീട് പഠനമൊക്കെ കഴിഞ്ഞ് തൻ്റെ ജീവിതം, കരിയറും മറ്റു ലൈഫുമെല്ലാം മുന്നോട്ട്, കുടുംബജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രോഫ്കോൺ അടിത്തറ പാകിയ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എന്തുമാത്രം വലിയ ആശ്വാസമാണ് ആളുകൾക്ക് പകർന്നിട്ടുള്ളത് എന്നുള്ളത് ഇതിനു മുമ്പ് പങ്കെടുത്തിരുന്ന, ഇപ്പോൾ പ്രൊഫഷണൽ ജീവിതം നയിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. രക്ഷിതാക്കളെയും സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ധാരാളം ആശങ്കകളുണ്ട്, ഒരുപാട് ആശങ്കകളുണ്ട്. പക്ഷേ ഈ ആശങ്കകളുടെ പരിഹാരം എന്താണ്? അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാറില്ല. കല്യാണത്തിന് ഒരുമിച്ച് കൂടുമ്പോഴും, ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടിയാലും, രക്ഷിതാക്കളുടെ യോഗത്തിൽ കണ്ടുമുട്ടിയാലും രക്ഷിതാക്കൾക്ക് പരസ്പരം പറയാനുള്ളത് കുട്ടികളുടെ ധാർമ്മിക പ്രശ്നങ്ങൾ, ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. അവരുടെ മതരംഗത്ത് നിന്ന് പതുക്കെ അകന്നു പോകുന്ന അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ കുട്ടികളുടെ മനസ്സിൽ കയറി വരുന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് രക്ഷിതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇത് വളരെ ഭംഗിയായി ഈ കാര്യങ്ങളെയെല്ലാം അഡ്രസ്സ് ചെയ്യാൻ കഴിയാവുന്ന ഫാക്കൽറ്റികൾ 3 ദിവസം കുട്ടികളെ ഇരുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ മക്കൾ എത്തിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ്, ഏത് നിലക്കാണ് നമുക്ക് അവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഒക്ടോബർ 10, 11, 12 ഇപ്പോൾ മുതൽ നമ്മൾ ആ ഡേറ്റ് കുറിച്ച് വെക്കുക. അന്ന് മറ്റൊരു കാര്യവും വരാതിരിക്കാൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. അന്ന് നമ്മൾ മംഗലാപുരത്തായിരിക്കും, പ്രോഫ്കോണിലായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്മയുടെ പാതയിൽ ഒന്നായി നാം വിദ്യയുടെ വീതിയിൽ മുന്നേറാം.